എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. ഈ നിമിഷം വരെ ഒരാളെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങാത്ത ആളാണ് ഞാൻ. രാഷ്ട്രീയ രംഗത്തിറക്കും ആദ്യം തീരുമാനിച്ച കാര്യം അതാണ്. അതുകൊണ്ട് എന്നെ മൂലക്കിരുത്താമെന്ന് കരുതിക്കൊണ്ട് എന്നെ ജനമധ്യത്തിൽ കരുവാരി തേച്ച് ഇല്ലാതാക്കാൻ നടത്തുന്ന ഏത് ശ്രമവും അതിജീവിക്കാനുള്ള കെൽപ്പിനിക്കുണ്ട്. എന്നെ ഇല്ലാതാക്കാൻ എന്ത് ശ്രമം നടത്തിയാലും പാർട്ടിക്കകത്തെ ചിലർ നടത്തുന്ന ഈ ഏർപ്പാട് അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചറിയണം, നല്ലവരായ ജനങ്ങളും തിരിച്ചറിയണം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വിളിച്ചത്. താങ്കൾ ഈ പറഞ്ഞില്ല, പക്ഷേ താങ്കൾ മനസ്സിലായിട്ട് താങ്കൾ അടക്കമുള്ള 5 ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണുള്ളത്. ഇതിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തത് DCC പ്രസിഡന്റാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ സസ്പെൻഡ് ചെയ്യാത്ത ACC മെമ്പറായിരുന്നു, അദ്ദേഹത്തിന് പറ്റില്ല. സ്വാഭാവികമായിട്ടും 4 ഡയറക്ടർ ബോർഡിലെ കോൺഗ്രസിലെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് അത് DCC പ്രസിഡന്റ് മാർട്ടിൻ ആ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിയമനത്തിൻ്റെ രീതി ഞാൻ ഇപ്പം പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ പറയാം. PWD എന്നെ ബന്ധപ്പെട്ടില്ല, സസ്പെൻഡ് ഇല്ല, ബന്ധപ്പെട്ടില്ല. PWD വന്നാൽ എങ്ങനെയാണ് നിയമിക്കേണ്ടത് അയാൾ ധരിക്കുന്നത് എനിക്ക് തോന്നുന്നു സഹകരണ സംഘം നിയമനം പോലെയാണ്. അല്ല, ഇത് എയ്ഡഡ് കോളേജാണ്. PSC നോംസ് ഉണ്ട്, ഗവൺമെൻറ് നോംസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഹാൻഡിക്കാപ്ഡ് കുട്ടികളെ വെക്കാൻ സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെ വെക്കണം, കാറ്റഗറി എങ്ങനെ വെക്കണം, ബ്ലൈൻഡ് കൊടുക്കണം ആദ്യം, ബ്ലൈൻഡ് ഇല്ലെങ്കിൽ പിന്നെ തൊട്ട് ഡെഫ് ആൻഡ് ഡംബ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. ഇത് ഇയാൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആ ബോർഡ് ഡയറക്ടർമാർ സസ്പെൻഡ് ചെയ്തത്. മനസ്സിലാക്കിക്കൊള്ളാം. അത് ഇതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് സഹകരണ സംഘത്തിൽ നിയമനം പോലെയല്ല ഇത്. അല്ല, ഞാൻ അദ്ദേഹത്തോട് കാര്യം ഞാൻ ഒരു 4 ദിവസം 3 ദിവസം മുമ്പ് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു ഈ നടപടി ശരിയല്ല, ഒരു സ്ഥാപനം നശിപ്പിക്കരുത്, ഞാനിത് പറഞ്ഞു. അപ്പോൾ DCC പ്രസിഡന്റ് എടുത്ത നടപടി എന്ന് പറയുന്നത് അത് അദ്ദേഹം ഇത് പഠിക്കാതെ എടുത്ത നടപടിയാണെന്ന് എൻ്റെ വിശ്വാസം. അല്ലാതെ എൻ്റെ കൂടെ ഇരുന്ന ബോർഡ് ഡയറക്ടർമാരെ സസ്പെൻഡ് ചെയ്യുക, നിങ്ങൾ ആലോചിക്കണം. ഇത് ഞാൻ നിയമന രീതി ഞാൻ പറഞ്ഞല്ലോ, നിയമനത്തിന് മാനദണ്ഡം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നിയമനം നടത്തിയതിന് അവർ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒന്ന് അപ്പോൾ ആ സസ്പെൻഷൻ തന്നെ നിലനിൽക്കുന്നതല്ല, അത് ശരിയല്ല. അതിനെക്കുറിച്ച് DC പ്രസിഡന്റ് മനസ്സിലാക്കിയാൽ ആ തെറ്റ് തിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സസ്പെൻഷൻ നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളാണ്, MP ആണ്. അപ്പോൾ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല. ഇല്ല. അതെന്താ സംഭവിക്കുന്നത്? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഞാൻ പറയുന്നില്ല. പറയേണ്ട സമയത്ത് ഞാൻ DC പ്രസിഡന്റിനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഇതിൻ്റെ സംഭവം, ഇങ്ങനെയാണ് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. ഞാൻ അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ നിയമനത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ അതിനുശേഷമാണ് നടപടി സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ള സ്ഥാപനം നശിപ്പിക്കരുത് ദയവ് ചെയ്തത്. ഇത് 82 മുതൽ നടക്കുന്ന ഒരു സ്ഥാപനം. ലോക്കൽ നേതൃത്വമാകാൻ സാധ്യതയില്ല. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ സമയം വരുമ്പം വീണ്ടും നിങ്ങളെ ഞാൻ വിളിക്കും, ഞാൻ തുറന്നു പറയും എല്ലാ കാര്യങ്ങളും. ഇത് മാത്രമല്ല, ചില കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്, പറയേണ്ടി വരും. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒന്നിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോൾ DCC പ്രസിഡന്റ് എടുത്ത നടപടി തെറ്റാണ്. കാരണം നിയമന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മാത്രം നിയമനം നടത്തിയിട്ടുള്ളത്. അത് ആർക്കും വേറെ ചെയ്യാൻ കഴിയില്ല. ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്. ഇത് മനസ്സിലാക്കിയാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഈ ഡയറക്ടർമാർ സസ്പെൻഡ് ചെയ്തത് തിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാൻ പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് പുള്ളി അല്ല, അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. പിറ്റേ ദിവസം ഇന്നലെ ഇവരെല്ലാം സസ്പെൻഡ് ചെയ്ത് വാർത്ത കൊടുക്കുന്ന 1, 2 രണ്ടാമത് ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി റാങ്ക് ചെയ്ത് ലിസ്റ്റുമായി പോയാൽ പിന്നെ അതാണ് ബേസ് നിയമനത്തിൻ്റെ. നമ്മളിവരെ നിയമിച്ച, ഞാൻ അന്ന് തന്നെ നിയമന ഉത്തരവ് കൊടുത്തു, താമസിക്കേണ്ട കാര്യമില്ല. ഈ കൊടുത്തില്ലെങ്കിൽ ഇവർ കോടതി പോയാൽ കോടതി നിയമിക്കാൻ പറയും. ഇൻ്റർവ്യൂ കഴിഞ്ഞും റാങ്ക് ലിസ്റ്റ് വന്നും എന്തുകൊണ്ട് നിയമിച്ചടിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഈ ജോയിന്റ് സെക്രട്ടറി തരുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പ്യൂർലി മെറിറ്റ് ആണോ? അല്ല പ്യൂർലി അദ്ദേഹം എല്ലാ ഓരോളെ ബോർഡിന്റെ റോൾ എന്താണ്? ഒന്നുമില്ല. ഇതിൽ ഓരോരാളെ ഇന്റർവ്യൂ നടത്തിയിട്ടാണ് എടുക്കുന്നത്. അദ്ദേഹം മാർക്ക് എടുക്കുകയാണ്. ഇൻഡിവിജ്വൽ സഹകരണ സ്ഥാപനങ്ങളിലെ അല്ലാതെ ഇന്റർവ്യൂ, ഇത് എയ്ഡഡ് കോളേജാണ്. ഡയറക്ട് ബോർഡിന് ഒരു റോളും ഇല്ല. ഇല്ല. നിയമനം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറി ഇരുന്ന് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ ആണ്, ഫേസ് ടു ഫേസ് ആണ്. അപ്പോൾ അങ്ങനെ അല്ല, അദ്ദേഹത്തിന്റെ കൂടെ ബോർഡ് മെമ്പർ അവർ ഉണ്ടാവും. ഞാനിരുന്ന് ആദ്യം ഒരു മിനിറ്റ് ഇരുന്ന്, പിന്നെ ഞാൻ പോയി തുടങ്ങുന്നതിന് മുമ്പ് പോയി. പിന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പങ്കുണ്ട്. അല്ല, ഇത് ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. മാർക്കിന്റെ ബേസിലാണല്ലോ ഒരാളെ ഇന്റർവ്യൂ നടത്തുന്നു. അയാൾ പെർഫോമൻസ് നോക്കുന്നു. നോക്കിയിട്ടാണോ മാർക്ക് ഇടുന്നത്. അങ്ങനെയാണല്ലോ സെലക്ഷൻ വരുന്നത്. അതിൽ വന്ന PWD കുറിച്ച് ഞാൻ പറഞ്ഞതൊന്ന്, അതിന്റെ രീതി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെയാണ് ഈ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചതിന് തലതല്ലി പൊട്ടിച്ച ആള്, അങ്ങനെയുള്ള ഒരു ത്യാഗസമ്പന്നനായ അല്ലല്ല അതിൻ്റെ അകത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരും വന്നിട്ടുണ്ട്, നിയമനത്തിൽ വന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. ഈ ഡെഫ് പോസ്റ്റില് കോൺഗ്രസ് എന്നുള്ള ആളുകളുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിൻ്റെ അകത്ത് നമുക്ക് രാഷ്ട്രീയം നോക്കാൻ കഴിയില്ല. ഈ ഡെഫ് ആൻഡ് ഡംബിൽ കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. അത് ഒരു ഉദ്യോഗാർത്ഥികളായിരുന്നു. ഒരു പോസ്റ്റേ ഉള്ളൂ. ഒരാൾ മാത്രമേ ഉള്ളൂ ക്വാളിഫൈഡ്. അത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ പോകാൻ പറ്റൂ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്കേ കൊടുക്കാൻ പറ്റൂ.